So we'll begin for today. It is week 22's live session. Today we'll be consolidating. That is consolidation എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മറൈസ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് തന്നെയാണ് കൺസോളിഡേറ്റ് ചെയ്യുക. ഇപ്പൊ ഒരു മീറ്റിംഗ് കഴിഞ്ഞാലൊക്കെ നമുക്ക് പറയാൻ പറ്റിയതാണ് പ്ലീസ് കൺസോളിഡേറ്റ് ടുഡേസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മീറ്റിംഗിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്നുള്ളതൊന്ന് മൊത്തമായിട്ട് ചുരുക്കി പറയുന്നതിനെ കൺസോളിഡേറ്റ് ചെയ്യുക. Okay, you have started journaling. Very good, Marpa. Very happy about it. Okay, and future growth. ഇതുവരെയുള്ളത് കൺസോളിഡേറ്റ് ചെയ്യുകയും ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഇനി എന്തൊക്കെ ഗ്രോത്ത് വേണം, ഗോൾ സെറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. Okay, so today's agenda is reflections on week's activities. അതായത് ഈ വീക്ക് ചെയ്ത ആക്ടിവിറ്റീസ് നമ്മളൊന്ന് റിവൈസ് ചെയ്യാം. ഇന്ന് I want you to showcase your activities because നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒന്നും ഞാൻ കാണുന്നില്ല. നിങ്ങളുടെ മെന്റേഴ്സ് ആണ് അത് കാണുന്നത്. സോ വാട്ട് ഐ വാണ്ട് ടുഡേ സോ അതെല്ലാവരും ഒന്ന് റെഡിയാക്കി വെച്ചോളൂ. അതായത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് അതൊന്ന് എടുത്തു വെച്ചോളൂ കേട്ടോ, നിങ്ങളുടെ ആക്ടിവിറ്റീസ്, ഈ വീക്കിന്റെ ആക്ടിവിറ്റീസ്. ഓക്കെ, ബിക്കോസ് ഐ വോണ്ട് ടു നോ നിങ്ങളുടെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത്, എത്ര ലെങ്തിലാണ് ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് അറിയണം. സോ വിൽ ബി ലുക്കിംഗ് ഇൻ ടു ദിസ് വീക്സ് ആക്ടിവിറ്റീസ്. ദെൻ ക്രിയേറ്റീവ് റൈറ്റിംഗ്, നിങ്ങളുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ് പീസ് എങ്ങനെയുണ്ട് എന്നുള്ളത്. ലാസ്റ്റ് വീക്ക് നമുക്ക് ഒരു വെരി good example was showcased by Madhu, isn't it? He wrote a story. Okay, so നിങ്ങൾ ഇപ്പൊ ദാ ഇവിടെ ഹെയർ ആൻഡ് ടോട്ടോയ്സ് സ്റ്റോറീസ് സ്വന്തം വേർഷനിൽ എഴുതിയവരുണ്ട്. സോ നിങ്ങളുടെ ക്രിയേറ്റീവ് പീസും റെഡിയാക്കി വെക്കുക. Then professional writing skills. Then we'll have a discussion on English in technology and innovation. Then we'll have an interactive activity that will be a role play. Then goal setting for continued English development. Okay, I haven't updated this. Sorry for this. The last week in the തന്നെയാണ് കിടക്കുന്നത്. Next week we'll do it. Okay, in the last time ഞാൻ ഇത്തിരി ഹറിബറിയിലായി പോയി. I'm sorry for that. Okay. So reflections on the week's activity. Vocabulary expansion. Tech and innovation base ചെയ്തിട്ട് നിങ്ങളോട് vocabularies കണ്ടെത്താനും അത് കോണ്ടെക്സ്ച്വലി യൂസ് ചെയ്യാനും പറഞ്ഞു. So നിങ്ങൾ കണ്ടെത്തിയ I think this will be ഡേ 149. നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാൻ എളുപ്പത്തിൽ പറഞ്ഞാണ് ഡേ 149 തൊട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ കം ടു ദ ചാറ്റ് ബോക്സ്. ടെക് ആൻഡ് ഇന്നോവേഷൻ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഏതൊക്കെ വേർഡ്സ് ആയിരുന്നു നിങ്ങൾ കണ്ടെത്തിയത്. സോ ഇന്ന് എനിക്ക് മനസ്സിലാവും ആരൊക്കെ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്, ആരൊക്കെ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ. ബിക്കോസ് ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഇത്രയും സമയമൊക്കെ തന്നെ അധികമാണ് കേട്ടോ. വാട്ട് വർ ദ വേർഡ്സ് you found out regarding the activity of day 149? Proficiency. Okay, proficiency എന്ന് പറഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ വേർഡിന്റെ കൂടെ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത സെന്റൻസും കൂടെ ടൈപ്പ് ചെയ്ത് ഇവിടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ എവ്രി വൺ. ഓക്കെ, പ്രൊഫിഷ്യൻസി എന്താണ്? മാസ്റ്ററി, എക്സലൻസ്. സോ മധു, പ്ലീസ് ഓൾസോ സെൻഡ് സെന്റൻസ് വിത്ത് പ്രൊഫിഷ്യൻസി ഇൻ ഇറ്റ്. Connotation, idea embedded, very good. Very advanced words, very good. Please give sentences along with it. It will be more helpful. Artificial intelligence, very good. Yes, proficiency is expertise. അതായത് ഞാൻ പറയുന്നത് സെന്റൻസ് മീനിങ് അല്ല, ഇത് ഈ ഒരു പ്രൊഫിഷ്യൻസി എന്ന വേർഡ് നമ്മൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെന്റൻസ്. സോ ദാറ്റ് ആ വേർഡ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടെ ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആവും. Ashwati, indispensable, very good word. That is necessary. Today phones are indispensable part of our life, isn't it? So please add up your sentences. Silver bullet. Finding a Generatic software is a silver bullet of a company. Wow, very good. Silver bullet. ഞാനും ആദ്യമായിട്ടായിരുന്നു കേട്ടോ അത് കേൾക്കുന്നത്. വെരി ഗുഡ്. സിൽവർ ബുള്ളറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താണ് യുണീക്ക് ആയത് എന്നാണോ അതിന്റെ മീനിങ്, ജേസൺ? Also, the sentence is also very good. Virtual reality. Okay, very good. My friend has proficiency in computing. Yes, very good sentence. Lucrative, profitable event management is a lucrative business. Very good. Okay. So with that, namukku adutha activity very good response. Thank you. Paramount, important. Nammal paramount inu munpu discuss cheyidittunde. Okay. Idu ivide end cheyidolu. We'll go to the next one. That is reflective practice, language learning journal. Okay, നിങ്ങൾ journal അധികം പേരും കൈവച്ച് എഴുതുന്നത് കൊണ്ട് അത് ഇനിയിപ്പോ ഫോട്ടോ എടുത്ത് അയക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ലല്ലോ, നമുക്ക് സൂമിൽ അതില്ല. സോ ഇറ്റ്സ് ഫൈൻ.
ജേർണൽ ചെയ്യുന്നവർക്ക് നിങ്ങളുടേതായ ഡിഫറൻസ് ഉണ്ടാവും. ജേർണൽ ചെയ്യുന്നവര് ഈ സെഷൻ കഴിയുമ്പോൾ ജേർണലിങ്ങിന്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അത് എന്തൊക്കെ വ്യത്യാസം കൊണ്ടുവന്നു, ഹൗ ഇസ് ഇറ്റ് എഫക്റ്റിംഗ് യു, ഇസ് ഇറ്റ് ഹെൽപ്പിംഗ് യു ഇംപ്രൂവ്, വാട്ട് ഇസ് ദ ഫീലിംഗ് യു ഗെറ്റ് ഫ്രം ഡൂയിങ് ജേർണലിംഗ് എന്നുള്ളതൊന്ന് പ്രസന്റ് ചെയ്യണേ. ആൻഡ് ഓൾസോ ഐ സെഡ് ഇൻ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഇത്രയും കാലം സംസാരിച്ചിരുന്നത് ഒരു 60% മലയാളം 40% ഇംഗ്ലീഷ് എന്നായിരുന്നു. ബട്ട് ഫ്രം ലാസ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് we've changed it 60-40 ആക്കിയിട്ടുണ്ട്. ദാറ്റ് is 60% ഇംഗ്ലീഷ് and 40% മലയാളം എന്നാക്കിയിട്ടുണ്ട്. സോ ഐ ഹാവ് എ ടെൻഡൻസി ഇംഗ്ലീഷ് പറയുമ്പോൾ സ്പീഡ് കൂടാനുള്ള ഒരു ടെൻഡൻസി എന്നിലുണ്ട്. ആൻഡ് ഓൾസോ എന്റെ എന്റെ എല്ലാ പ്രൊനൗൺസിയേഷനും ശരിയായി കൊള്ളണം എന്നൊന്നും ഇല്ല. സോ ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് മീ റൈറ്റ് ദെയർ. അപ്പൊ തന്നെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ അതൊന്ന് അറിയിക്കണേ. ഓക്കെ. ദെൻ പ്ലാനിങ് ഫോർ കണ്ടിന്യൂഡ് ഇംഗ്ലീഷ് ഡെവലപ്മെന്റ്, അതായത് ഗോൾ സെറ്റിംഗ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഗോൾസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനത്തെ ഗോൾസ് ആയിരിക്കണം എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? സ്മാർട്ട് ഗോൾസ്. റിമെമ്പർ സ്മാർട്ട് ഗോൾസ്? എന്തായിരുന്നു സ്മാർട്ട് ഗോള്? സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ. ഡു യു റിമെമ്പർ സ്മാർട്ട് ഗോൾസ് പറഞ്ഞത്? ആരെങ്കിലൊക്കെ ഗോൾ സെറ്റ് ചെയ്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഗിവ് മി എ തംസ് അപ്പ്. ഓൾസോ ടെൽ മീ വാട്ട് ആർ ദ ഗോൾസ് യു സെറ്റ്. സോ ഗോൾസ് സെറ്റ് ചെയ്യാത്തവർക്ക് ആ ഗോൾസ് ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഷോർട്ട് ടേം ഗോൾ ഒന്ന് ഇവിടെ ടെക്സ്റ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റാത്തവരെ അത് ഹെൽപ്പ് ചെയ്യും. ആരുമില്ലേ? Nobody has set short term goals. Is there anyone? Breaking comfort zone. Okay. Breaking comfort zone ഉള്ളത് ഒരു സ്മാർട്ട് ഗോൾ ആയോ? ഗോൾ സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. ബ്രേക്കിംഗ് കംഫർട്ട് സോൺ ഉള്ളത് സ്പെസിഫിക് അല്ലല്ലോ. നമുക്ക് പല രീതിയിൽ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാം. എന്താണ്, ഇതുവരെ ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കാത്ത ആളാണെങ്കിൽ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യലാണ്. വീട്ടിൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ മറ്റുള്ളവർ എന്ത് കേൾക്കും എന്ന് ഓർക്കും. അപ്പൊ അതൊരു ബ്രേക്കിംഗ് കംഫർട്ട് സോൺ ആണ്. സോ ഐ വോണ്ട് ഹിയർ സ്മാർട്ട് ഗോൾസ്. ഓക്കെ. സോ അതൊന്ന് റീവർക്ക് ചെയ്തായിക്കോ. ബ്രേക്കിംഗ് കംഫർട്ട് സോൺ എന്നുള്ളത് ഒരു ഗോൾ ആണ്, ബട്ട് സ്മാർട്ട് ഗോൾ ആയിട്ടില്ല. To make a better future improvement is a lot of factors indulged. First, we should focus on the consistency. Okay, very good. That is also a point. But goal endana consistency achieve cheya ennolla goal aitano parnathu. Okay, then it's fine. Okay, that is a specific goal to be consistent. Very good. Okay, so from this I've understood ee activity valare korchu pere maathre cheyittullu ennullathu eniki manasilayi. From this it is very evident that only few of you have done this activity. Okay, thank you. I mean, I'm very happy for those who have done it and very sad for those who haven't done it. Okay, finish your assignments. നമ്മൾ സ്മാർട്ട് ഗോൾസ് ഇംഗ്ലീഷ് ലേണിംഗിലായിരുന്നു. സോ അസൈൻമെന്റ്സ് ഇത് അതല്ലായിരുന്നു. സ്മാർട്ട് ഗോൾസ് ഇൻ EP ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, ഫൈൻ, ലിവ് ഇറ്റ്, ഇറ്റ്സ് ഓക്കെ. Then implementing advanced English in daily conversation. ആരെങ്കിലും പ്രാക്ടീസ് ചെയ്തായിരുന്നോ? ഡെയിലി ലാംഗ്വേജിൽ നമ്മൾ എങ്ങനെ ഈ ഒരു അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് സംഗതികളൊക്കെ ഒരു എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, സിമ്പിൾ ഒരു സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്ട്, ഈ ഒരു 3 വേർഡ് സെന്റൻസ് അല്ലാതെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് സെന്റൻസുകളൊക്കെ നമ്മൾ എങ്ങനെ ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരും? ഐ കൻ ടെൽ ആൻ എക്സാമ്പിൾ ഫ്രം ലാസ്റ്റ് വീക്ക് മധു സ്റ്റോറി. അതിലുണ്ടായിരുന്നു അല്ലെ, ഇപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ പയ്യെ സംസാരിക്കുന്നതിന് എന്താ they were talking slowly എന്ന് പറയുന്നതിനേക്കാൾ we can come and tell they were muttering. All the people were muttering something. അവരൊക്കെ എന്തോ കുശു എന്താ നമ്മളിങ്ങനെ പയ്യെ ഇങ്ങനെ തമ്മിൽ പറയുന്നതിന് കുശുക്കാന്നൊക്കെ പറയില്ലേ, അതിനെയാണ് they were muttering എന്ന് പറയാം. So use that advanced vocabulary in your daily conversation. Okay. Then diving into English, that is language media. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ലാംഗ്വേജ് മീഡിയ ആക്സസ് ചെയ്തവരുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള TV ഷോസോ പോഡ്കാസ്റ്റോ ഏതെങ്കിലും ബുക്സോ പോംസോ എന്തെങ്കിലും അനലൈസ് ചെയ്തവരുണ്ടോ? പേപ്പർ റീഡിംഗ്, ഓക്കെ. TV സീരീസ്, ഓക്കെ. ഇംഗ്ലീഷ് മൂവീസ്, ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. സോ from the discussion of these activity series, what I felt is very few of you are doing the activities. Am I right? I watched 12th Fail with English subtitles. Very good. It's a very good movie. You can all watch it. Okay, 12th Fail. It's available in Netflix as well. I think
it's available in YouTube. I actually don't know. Anyway, it's available in Netflix. കഴിയുന്നവർ ഈ 12th Fail എന്ന മൂവി കാണാൻ, ഒരു മോട്ടിവേഷൻ മൂവിയാണ്. ഓൾസോ അത് റിയൽ ലൈഫ് സ്റ്റോറി ആണ്. ഓക്കെ, പറ്റുന്നവർ അത് കാണാം. Then listening English music. Okay. So എന്റെ ചോദ്യം അതല്ല. Am I right? I think only few of you are doing the activity. Okay, weekly 7 days activities ഒരു 5 days ആക്ടിവിറ്റി എങ്കിലും റെഗുലർ ആയി ചെയ്യുന്നവർ എനിക്കൊരു തംസ് അപ്പ് ഇടാം. ഒരു വീക്കിൽ 7 days ആക്ടിവിറ്റീസ് വരുന്നതിൽ അറ്റ്ലീസ്റ്റ് 5 days ആക്ടിവിറ്റീസ് എങ്കിലും ശ്രമിക്കുന്നവര്. വെരി ഗുഡ് ജെയ്സൺ. 4 days. Okay, actually you are supposed to do 7 on 7 days. Okay, ഞാനൊരു 5 days എന്നുള്ളത് ഞാൻ എന്റെ ഭാഗത്ത് ഒരു ഡിസ്കൗണ്ട് പോലെ ചോദിച്ചതാണ്. യു ആർ സപ്പോസ് ടു ഡു 7 days. നമ്മളിത് ഇവിടെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇവിടെ പണിഷ്മെന്റ് സിസ്റ്റവും എന്താ ഇതൊന്നും ഇല്ലാണ്ടായിപ്പോയി. ഇമ്പോസിഷൻ എഴുതിക്കലൊന്നും ഇല്ലാണ്ടായി. അല്ലെങ്കിൽ ഞാൻ എല്ലാരെ കൊണ്ടും 7 days ആക്ടിവിറ്റി ഒക്കെ ഇമ്പോസിഷൻ എഴുതിച്ചാനെ. ലാസ്റ്റ് വീക്ക് ചെയ്തിരുന്നു. ഓക്കെ, ബീങ് കൺസിസ്റ്റന്റ് ഇസ് ഇമ്പോർട്ടന്റ്. സ്വാദിഷ്, I know you are an active student, so please be regular. Kavita 4 days. 4 days അല്ല, എല്ലാരും 4 days ചെയ്യുന്നവർ അടുത്ത വീക്ക് 6 days ആക്കുക. 6 days ചെയ്തവർ 7 days ആക്കുക. Okay, I do it as I get time to do it and submit as a lot to the mentor. I do it as I get time to do it and submit as a lot to the mentor. അതായത് സമയം കിട്ടുമ്പോ എല്ലാം ചെയ്തിട്ട് ഒരുമിച്ച് അയക്കാറുണ്ട് എന്നാണോ ആയത്ത പറഞ്ഞത്? The sentence is not really clear. Okay, ma'am, which activity are you talking about? The task, the daily task. Sorry, task neയാണ് ഞാൻ activity എന്ന് പറഞ്ഞത് ട്ടോ. That must be a smart goal then. Yes, exactly. Okay, അതിൽ റെഗുലർ ആവുക എന്നുള്ളത് നിങ്ങൾ എല്ലാവരുടെയും, അത് നിങ്ങളുടെ സ്മാർട്ട് ഗോൾ അല്ല, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഗോൾസ് നിങ്ങൾ പേഴ്സണലി വേറെ ഒരു സെറ്റ് ചെയ്തോ. This is your responsibility. Okay, fine. Okay, let's go to our next slide. Okay, creative writing. നിങ്ങളുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ്സ് കാണിച്ചു തരൂ. ഐ വോണ്ട് ടു സീ യുവർ ക്രിയേറ്റീവ് റൈറ്റിംഗ്. ഐ എം നോട്ട് എ വെരി ക്രിയേറ്റീവ് പേഴ്സൺ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ക്രിയേറ്റീവ് സ്റ്റോറീസും ഫോംസ് ഒക്കെ കാണാൻ വളരെ ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് ദെൻ my imaginary skills are too poor. Swapna Jason, where can we find this activity? Your mentors are supposed to send you the daily activity, daily task. ഓക്കെ, സ്വപ്നക്ക് അത് ഇൻ കേസ് എന്തെങ്കിലും ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ പ്ലീസ് ഡു കോണ്ടാക്ട് യുവർ മെന്റർ. ഓക്കെ, മേ ബി മെന്റർ മിസ് ഔട്ട് ആയതോ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. സ്വപ്ന, ഡെയിലി ഇങ്ങനെ ടാസ്കുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, സോ പ്ലീസ് കോണ്ടാക്ട് വിത്ത് യുവർ മെന്റർ. ഓക്കെ സ്വപ്ന. Okay, MA Sociology, right? Okay, I'll also check. You should also contact your mentor today itself. I'll also check it. Okay. Okay, thank you for letting me know this. വേറെ ആരെങ്കിലും ഇതുപോലെ ആക്ടിവിറ്റി കിട്ടാത്തവരുണ്ടെങ്കിൽ, ഡെയിലി ടാസ്കുകൾ കിട്ടാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഹിയർ. ഓക്കെ, ഓൾസോ നിങ്ങൾ നിങ്ങളുടെ മെന്ററിനെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, എവിടെ നിങ്ങളുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ്? ഒരു ദിവസം ആക്ടിവിറ്റി ആയിരുന്നു ക്രിയേറ്റീവ് റൈറ്റിംഗ്. വേർ ഇസ് യുവർ ക്രിയേറ്റീവ് റൈറ്റിംഗ്? ചെറിയ, ഞാൻ ചോദിച്ചിരുന്നത് 4 or 5 ലൈൻ ഷോർട്ട് സ്റ്റോറീസ്, പോംസ്. ലാസ്റ്റ് വീക്ക് മധു പറഞ്ഞില്ലേ, ഇറ്റ് വാസ് ഷോർട്ട്, സിമ്പിൾ, അറ്റ് ദ സെയിം ടൈം വെരി ക്രിയേറ്റീവ്. ഓക്കെ, വിദ്യ ആൻഡ് ഐഫോൺ എന്നാണ് ഇതിൽ പേര് ഇറക്കുന്നത്. ആളാരാണ് എനിക്കറിയില്ല. ഓക്കെ, ക്രിയേറ്റീവ് പീസ് ചെയ്ത ആരും ഇല്ലേ? ഷുഡ് ഐ വെയിറ്റ് ഫോർ യുവർ പീസസ്? ഓ ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്യാതെ എഴുതിയേക്കുന്നതാണോ? എഴുതിയേക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഐ എം യൂസിങ് ലാപ്പിൽ ആക്ച്വലി നമുക്ക് താഴെ ഫയൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചാറ്റിന്റെ താഴെ കാണുന്നുണ്ട്. ഓക്കെ മധു, യെസ്. ഓക്കെ സ്വപ്ന, യു ക്യാൻ റീഡ് ഇറ്റ്. ഓക്കെ, ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നവർ ഇവിടെ ചാറ്റ് ബോക്സിൽ അപ്ലോഡ് ചെയ്തോളൂ. Good evening, ma'am. Good evening, Ma'am, good evening, ma'am. My story is a lengthy one, so I'll read 1 or 2 para. Is it okay? I don't want to waste your time. Okay, thank you. You can read it. This is my version of Hare and Tortoise. Okay, you can. Tortoise or tortoise? Pronunciation of tortoise. Yeah, it's correct. Is it tortoise or tortoise?
I pronounce it tortoise. Maybe tortoise will also be correct in another accent. As of now, you can tell it tortoise. I'll just check and let you know. Okay, ma'am. So here goes the story. Max the hare and Nana the tortoise are classmates and best buddies in school. They are the best athletes in school too. School is preparing for the annual sports day, and they both are coaching rigorously for the events. For the running race. And Max always bags the gold medal, and Nana bags the silver medal. However hard Nana tried, he could never beat Max in running race. Bagging a gold medal in running race is his dream. The annual sports day came. Many events were conducted, and finally, a running race came. Max and Nana and few more athletes lined up for the race. The whole school came to watch the event. They all are cheering for Max because he is the defending champion. Madhya, ma'am. Hi, ma'am. Yes. Very good. ഞാനത് അങ്ങനെ കേട്ടിരുന്നു പോയതാണ്. Very good. The use of ബാക്കി vocabulary. വായിക്കണോ അതോ നിർത്തണോ? Is it too lengthy? ഒരു 2-3 പാരഗ്രാഫ് കൂടെ ഉണ്ട്, വേണമെങ്കിൽ നിർത്താം. You can actually send it to me in WhatsApp. അതായത് ഒന്ന് മെന്ററിന്റെ അടുത്ത് നിന്ന് എന്റെ നമ്പർ മേടിച്ചിട്ടോ എങ്ങനെയെങ്കിലും എനിക്ക് അത് അയച്ചു തന്നാൽ മതി കേട്ടോ. Okay, ma'am. Thank you. Sentence structuring is really good, and also you can like in the best friends എന്നതിന് പകരം നമ്മൾ പൊതുവെ എപ്പോഴും സ്റ്റോറീസിൽ കേൾക്കുന്നതാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഈ ബഡീസ് എന്നുള്ളത് കുറച്ചും കൂടി ഒരു പുതിയ യൂസേജ് ആണ്. ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ ബഡീസ്, ഐ മീൻ ദ വേർഡ് മുമ്പ് തൊട്ടേ ഉണ്ട്, പക്ഷെ അത് യൂസേജിലേക്ക് വന്നത് നമ്മളിപ്പോ ഒരു ഇന്ത്യൻ കൾച്ചറിൽ ഈ ഒരു ബഡീസ്, ഈസ് മൈ ബെസ്റ്റ് ബഡി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് അധികം കാലം ആയിട്ടില്ല. സോ യൂസേജ് ഓഫ് സച്ച് വേർഡ്സ് ഹാസ് ഗിവൻ better shining to the story. Okay, thank you. You deserve a very big appreciation, Swapna. Thank you. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തോളൂ. ടോർട്ടസ് അല്ല, ഇറ്റ്സ് ആക്ച്വലി ടോർട്ടസ്. ടോർട്ടോയ്സ് ആണല്ലേ? ടോർട്ടിസ് എന്നും പറയില്ല, ടോർട്ടോയ്സ് എന്നും പറയില്ല, രണ്ടിന്റെ നടുക്കുള്ളത് ടോർട്ടസ്. Okay. Thank you. Okay, and ഇവിടെ കവിത എനിക്ക് പിക്ചർ അയച്ചിട്ടുണ്ട്. കവിതയുടെ സ്റ്റോറി ഒന്ന് എല്ലാവരും വായിച്ചു നോക്ക്. I was born and brought up in a village, so many friends were there with me during my childhood. We were playing together. Most of us were classmates. Here I would like to remember one of my friends who left us recently forever. His name was Mr. Madhu PG. We were calling him Madhu P. He was short-natured എന്നാണോ, എനിക്ക് ആ ഒരു വേർഡ് മനസ്സിലായിട്ടില്ല. Calm and friendly. He was from a poor family. By his effort, he became an biomedical engineer എന്ന് നമ്മൾ പറയില്ല കേട്ടോ. നമുക്ക് എപ്പോഴും ഡെയിലി ലൈഫിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മള് എവിടെയാണ് ആൻ യൂസ് ചെയ്യുക? ഓൺലി ഇൻ ഫ്രണ്ട് ഓഫ് വവൽസ് AEIOU വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ മുമ്പിൽ മാത്രമാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇറ്റ്സ് A. He was living with his wife and 2 kids at Chennai. He participated in our school batchmate reunion ആയിരിക്കില്ല, സ്കൂൾ ബാച്ച് reunion അല്ലെങ്കിൽ സ്കൂൾ batchmate reunion. He left us recently due to cardiogenic shock. His unexpected death saddened all of us. Praying for his sorrowing family. Okay, it's a touching story. വളരെ ബേസിക് സെന്റൻസുകളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഐ ഫീൽ എന്താ പറയാ, ദ സ്റ്റോറി, എനിക്ക് സ്റ്റോറിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. സിൻസ് ഇറ്റ്സ് എ വെരി ടച്ചിങ് ഇവന്റ് എഴുതിയേക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു സ്റ്റോറിനെ തീരെ ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, എനിവേ ഇറ്റ്സ് എ വെരി ഗുഡ് അറ്റംപ്റ്റ്. ആരായിരുന്നു? കവിതയല്ലേ ഇത് അയച്ചത്? Wasn't it Kavita? ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ കാണുന്നില്ലല്ലോ. Yes, Kavita is Nair. It's a very good attempt. I'm happy you've done it. And ഈ ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതിയേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. കവിത റെഗുലർ ആയിട്ട് ടാസ്കുകൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ആളാണ്. ഹാപ്പി ഫോർ ദാറ്റ് ടു. ഓക്കെ,
Amina അയച്ചിട്ടുണ്ട്, but love is not a poison. Love is not poison. You injected into me with a fake smile. You accompanied me everywhere to make sure the poison worked. And when I started to respond, you increased the dose as you wish. Days and months passed. I completely get addicted to your drug. The food I eat, the air I breathe were filled with your venom. At first, I thought you were the medicine for my eternal happiness. But when I saw your mask removed, I realized the seed you fed me were poisonous. Fed എന്നായിരിക്കും വരെ, you feed me. Okay ആണ്, you feed me were poisonous. The seed you feed me, ഇവിടെ എല്ലാം സിംഗുലറിലല്ലേ നിൽക്കുന്നത്. The seeds എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വേറെ കറക്റ്റ് ആവും. The seed എന്ന് നിൽക്കുമ്പോൾ വാസാണ് കേട്ടോ വരിക. ഒന്ന് ടേക്ക് കെയർ ചെയ്യണം. And now I can't help me from you as the slow poison has already killed me. Oh wow. It is simply awesome. Very creative. Okay, നമ്മുടെ creativity is different. നമ്മൾ ഒരു നോർമൽ സെന്റൻസ് ഉണ്ടാക്കുന്നതും നമ്മളൊരു സംഭവത്തിനെ ക്രിയേറ്റീവ് ചെയ്യുന്നതും. ഇവിടെ നോക്ക്, ലവ് എന്നതിനെ എന്തായിട്ടാണ് എന്ത് മെറ്റഫർ ആയിട്ടാണ് ഇവിടെ ലവിനെ കണക്ട് ചെയ്തിരിക്കുന്നത്? പോയ്സൺ. അതായത് ഒരാളുടെ ലവിനോട് അഡിക്റ്റ് ആയി പോകുന്നു. ഇറ്റ് വാസ് എ ടോക്സിക് ലവ് എന്നതാണ് ഇതിൽ നിന്ന് കൺവേ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ടോക്സിക് എന്നുള്ള വേർഡ് എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഇത്രയും ലൈൻസിൽ എവിടെയെങ്കിലും ആ ഒരു ടോക്സിക് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബട്ട് ഇറ്റ് ഇസ് എന്താണ് ആ ഒരു പോയ്സൺ, സ്ലോ പോയ്സണിങ്, വേറെ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് കറക്റ്റ് കൺവേ ചെയ്യേണ്ട ആ ഒരു ടോപ്പിക് കൺവേ ചെയ്യാൻ പറ്റുന്നിടത്താണ് നമ്മൾ ക്രിയേറ്റിവിറ്റി. ഓക്കെ, സോ ദിസ് പോം can be a very apt example for a creative piece. Okay, very good Amina, very good. I'm very much impressed. എനിക്കൊന്നും തീരെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഒരു മെറ്റഫർ യൂസ് ചെയ്തൊന്നും ഒട്ടും എഴുതാൻ കഴിയാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് I feel very proud to see the people I teach coming up with such creative pieces. My name is Rose. എനിക്ക് ഒരാൾ പേഴ്സണലി അയച്ചിട്ടുണ്ട്, അശ്വതി. I'm a flower. I have different colors. Even though my name is Rose, I grow with the help of sunlight. Okay, ഒരു ചെറിയ piece. It's also nice, Ashwati. Good try. പക്ഷെ ഇതിൽ ഇത്രയും പേരുടെ ഒരു പീസിൽ ശരിക്കുമുള്ള ഒരു ക്രിയേറ്റിവിറ്റി വന്നത് is in Amina's. ഓക്കെ, എല്ലാവരുടെയും, സ്വപ്നയുടെ ആയാലും കവിതയുടെ ആയാലും ലാസ്റ്റ് അയച്ച ആളായിരുന്നു അശ്വതി, എനിക്ക് പേഴ്സണലി അയച്ചിട്ടുണ്ട്. അശ്വതിയുടെ ആയാലും എല്ലാവരുടെയും ഇസ് എ ഗുഡ് അറ്റംപ്റ്റ്. സെന്റൻസ് സ്ട്രക്ചറിങ് ഓക്കെ ആണ്, വൊക്കാബുലറി യൂസ് ഓക്കെ ആണ്. ബട്ട് ഇവിടെ ക്രിയേറ്റിവിറ്റി എന്നുള്ള എലിമെന്റ് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അമീനയാണ്. സോ കൺഗ്രാറ്റ്സ് അമീന, വെരി ഗുഡ്. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ ഇന്റർനെറ്റിൽ ഒരിക്കൽ വായിച്ച ഒരു ഫോം ഞാൻ ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. ഞാൻ ഒരു മെറ്റഫറിന്റെ സാധനം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മെറ്റഫർ ഇസ് ലൈക്ക് നമ്മളൊരു സാധനത്തിനെ മറ്റെന്തെങ്കിലും ആയിട്ട് പറയുന്നത്. അതിപ്പോ ലവിനോടെ പോയിസൺ ആക്കി പറഞ്ഞില്ലേ, നമ്മൾ എന്താണ് സന്തോഷത്തെ മഴവില്ലായി പറയാറില്ലേ, സന്തോഷത്തെ പൂമ്പാറ്റിയാക്കി പറയാറില്ല, അതിനെയൊക്കെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു സിമിലർ കൈൻഡ് ഓഫ് സാധനമാണ്. തോട്ട്സ് ഓഫ് യു അഗെയിൻ ഓൺ മൈ മൈൻഡ്, ലൈക്ക് എ ട്രെയിൻ, ഡെസ്റ്റിനേഷൻ അൺനോൺ, എ ക്ലോക്ക് perpetually in reverse, a flame that won't extinguish, a blossoming bud blooming for years, feelings buried deep yet still questioning what might have been. അതായത് ഇവിടെ എന്താണ്, ഒരാളുടെ ചിന്തകളെ, ഒരാളെ കുറിച്ചുള്ള തോട്ട്സ് ഓഫ് യു അഗെയിൻ ഓൺ മൈ മൈൻഡ്. ബാക്കിയെല്ലാം ഈ ട്രെയിന്, ക്ലോക്ക്, ഫ്ലെയിം, ബ്ലോസമിങ്, ഇതൊക്കെ പറയുന്നത് എന്താണ്, കഴിഞ്ഞു പോവാത്തത്. ലൈക്ക് എ ട്രെയിൻ, ഡെസ്റ്റിനേഷൻ അൺനോൺ, അതായത് അതിന്റെ ഡെസ്റ്റിനേഷൻ അറിയാതെ പോയിക്കൊണ്ടേയിരിക്കുന്ന ട്രെയിൻ, അത് നിൽക്കുന്നില്ല. A clock perpetually in reverse, അതായത് ഒരു ക്ലോക്ക് ഇങ്ങനെ റിവേഴ്സ് ഡയറക്ഷനിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു, അത് നിൽക്കുന്നില്ല. Then a flame that won't extinguish. Flame എന്നാൽ എന്താണ്? What is a flame? What is flame? Exactly. Okay. Fire that is never extinguished. ഒരിക്കലും കെടാത്ത തീയായിട്ട്. A blossoming bud, അതായത് വിടരാൻ പോകുന്ന പൂമുട്ടിനെയാണ് ബ്ലോസമിങ് ബഡ് എന്ന് പറയുന്നത്. ബ്ലൂമിങ് ഫോർ ഇയേഴ്സ്, കൊല്ലങ്ങളായിട്ട് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്, നിന്നെ കുറിച്ചുള്ള ചിന്തകൾ നിൽക്കുന്നില്ല, അതൊരിക്കലും നിലക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇത്രയും കാര്യങ്ങളോട് പറഞ്ഞത്. ഓക്കെ, പക്ഷെ എന്താണ്, മൈ തോട്ട്സ് ഫോർ യു ഇസ് നെവർ എൻഡിങ് എന്നുള്ളൊരു സാധനം ആൾ ഡയറക്റ്റ് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റുള്ള മെറ്റഫേഴ്സിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്.
So here it is again a creative piece. Okay. Next is professional writing. Professional writing കേട്ട് നിങ്ങൾക്കും അടുത്ത് കാണും. ഞാനും പറഞ്ഞു കുറെ പ്രാവശ്യം, പക്ഷെ അത് വീണ്ടും 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 പറയുന്നത് നിങ്ങൾ ഓരോ ടൈം കേട്ട് ബെറ്റർ ആവാനാണ്. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നിങ്ങൾ ഈ മിസ് പറഞ്ഞ് ഇനിയെങ്കിലും ചെയ്യാം എന്നോർത്ത് നിങ്ങൾ ചെയ്യട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടാണ്. ഓക്കെ. സോ ഫസ്റ്റ് ഇസ് പ്രൂഫ് റീഡിംഗ്. ഒരിക്കലും ഒരു പ്രൊഫഷണൽ റൈറ്റിംഗ് ആൻഡ് നിങ്ങളുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റി പ്രൊഫഷണൽ റൈറ്റിംഗ് ആയിരുന്നില്ല. അത് ചെയ്തിട്ടുള്ളവർ എനിക്ക് ചാറ്റ് ബോക്സിൽ ഇട്ട് തന്നോളൂ കേട്ടോ. ടൈപ്പ് ചെയ്ത് ചെയ്തിട്ടുള്ളവര് കോപ്പി പേസ്റ്റ് ചെയ്യാം. ആൻഡ് ഇപ്പോ ഫോട്ടോ എടുത്തിടാൻ കഴിയുമെന്ന് നമ്മൾക്ക് മനസ്സിലായി, ബിക്കോസ് ഇവിടെ കുറച്ചുപേർ ഓൾറെഡി ഫോട്ടോ ഇട്ടു. ഫോട്ടോ ഇടാൻ കഴിയുന്നവർ അതിടാം. നിങ്ങൾ ഒരു ദിവസത്തെ ആക്ടിവിറ്റി ആയിരുന്നില്ലേ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ റൈറ്റിംഗ് ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്നിടണേ, ഞാനിത് വായിച്ചു കഴിയുമ്പോഴേക്കും ചാറ്റ് ബോക്സിൽ ഇത് ഇടണേ. പ്രൂഫ് റീഡ് ചെയ്യുക. ഒരിക്കലും അതിനിപ്പോ ഒരു പ്രൊഫഷണൽ റൈറ്റിംഗ് ആവണമെന്നില്ല, എന്തൊരു റൈറ്റിംഗും ആവട്ടെ, ഒരു പ്രൊഫഷണൽ റൈറ്റിംഗ് ആവുമ്പോൾ നമ്മൾ നമ്മുടെ കമ്പനീനെ റെപ്രസെന്റ് ചെയ്യാണ്. അതിൽ തന്നെ തെറ്റുണ്ടെങ്കിൽ വാട്ട് ഡസ് ദാറ്റ് ഷോ? അത് കാണിക്കുന്നത് നമ്മുടെ ഇറസ്പോൺസിബിലിറ്റിനെയാണ്. സോ പ്രൂഫ് റീഡിംഗ് തെറ്റില്ലാതെ ഇരിക്കുക എന്നുള്ളത്, തെറ്റില്ലാതെ ഇരിക്കുക ഡസൻ എംപ്ലൈ വെറുതെ ഒരു എറർ ഫ്രീ സാധനം എന്നതിനേക്കാൾ ദാറ്റ് ഷോസ് യുവർ ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയാരിറ്റി ടുവേർഡ്സ് ദ വർക്ക് യു ആർ ഡൂയിങ്. സോ പ്രൂഫ് റീഡിംഗ് ഇസ് മസ്റ്റ് and it ensures your work is error free. Okay. Understand your audience. Know who you are writing for and why. Okay. എന്തിനാണ് എഴുതുന്നത്, ആർക്കാണ് എഴുതുന്നത്, കൃത്യമായ ബോധ്യം ഉണ്ടാവുക. Be concise. Okay. Concise writing helps readers maintain their attention span. Concise എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വെർബോസിറ്റി ഇല്ലാതെ, അതായത് 3 വാക്കുകളിൽ പറയാൻ പറ്റുന്ന കാര്യം 3 വാക്കിൽ പറഞ്ഞാൽ മതി. അവിടെ ഒരു പ്രൊഫഷണൽ റൈറ്റിംഗിൽ നമ്മൾ നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇപ്പൊ ലാസ്റ്റ് എവറിത്തിങ് എന്ന് പറഞ്ഞ ഫോമില് എങ്ങനെയാണ്, ദ തോട്ട്സ് അബൌട്ട് യു ആർ നെവർ എൻഡിങ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ലൈക്ക് ഡെസ്റ്റിനേഷൻ അൺനോൺ, എ ഫ്ലെയിം ദാറ്റ് നെവർ എക്സ്റ്റിംഗ്വിഷസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു പ്രൊഫഷണൽ റൈറ്റിംഗിൽ എഴുതുമോ? നോ. ബട്ട് പ്രൊഫഷണൽ റൈറ്റിംഗിൽ എന്താണ് വരേണ്ടത്? ദ തോട്ട്സ് അബൌട്ട് യു ആർ നെവർ എൻഡിങ്. അതായത് ബി കോൺസൈസ് ആൻഡ് പ്രിസൈസ്. ഓക്കെ. സോ ആൾക്കാർക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായ പോയിന്റ്സ് വായിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് യൂസ് ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആക്റ്റീവ് വോയിസിൽ ഒരു സെന്റൻസ് എനിക്ക് ചാറ്റ് ബോക്സിൽ ഇട്ടതായോ? ആക്റ്റീവ് വോയിസ് എന്താണ് എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഗിവ് മീ എ സെന്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ് ഇൻ ദ ചാറ്റ് ബോക്സ് പ്ലീസ്. യെസ് സ്വാദിഷ്, പ്ലീസ് ഗിവ് മീ എ സെന്റൻസ്. He loved her. Okay. ആ he loved her ന്റെ passive voice, direct speech is active voice. Okay, I'm asking for an example sentence. ഞാൻ എക്സാമ്പിൾ സെന്റൻസ് ആണ്. ഓക്കെ മധു, he loved her. എന്നാൽ അതിന്റെ പാസീവ് വോയിസും കൂടി ഒന്ന്, രാമ killed രാവണ. ഓക്കെ, ഇനി അതിന്റെ ഈ രാമ killed രാവണ. യെസ് മധു, വെരി ഗുഡ്. She was loved by him. ഓക്കെ. ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും അറിയാത്തവർക്ക് വേണ്ടി ലെറ്റ് മീ ടെൽ യു. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാല് എന്താണ്? ഇപ്പൊ ഞാൻ പറയാണ് I cooked the food. I cooked the food. അത് ആക്റ്റീവ് വോയിസിൽ എന്താണ്? ആക്ടർ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിരിക്കും ഫസ്റ്റ് വരേണ്ടത്. SVO എന്ന സ്ട്രക്ചറിൽ ആയിരിക്കണം സെന്റൻസുകൾ ഉണ്ടാവേണ്ടത്. സബ്ജക്ട് അല്ലെങ്കിൽ ആക്ഷൻ ചെയ്ത ആളാരാണ്? ആക്ടർ. ആക്ടർ ആയിരിക്കണം ഫസ്റ്റ് വരുന്നത്. ഓക്കെ. I cooked the food എന്നതാണ് ആക്റ്റീവ് വോയിസ്. The food was cooked by me എന്ന് പറയുമ്പോൾ അത് പാസീവ് വോയിസ് ആണ്. ഓക്കെ. I cooked the food എന്ന് പറയുമ്പോൾ it is active voice. The food was cooked by me എന്ന് പറയുമ്പോൾ സെന്റൻസിൽ തെറ്റൊന്നുമില്ല. The sentence is still correct, but that is passive voice. Passive voiceനേക്കാൾ നമ്മൾക്ക് എപ്പോഴും ഈസിലി സെന്റൻസ് മനസ്സിലാക്കാൻ കഴിയുക when it is in active voice. Okay, so make sure all the sentences are in active voice. ഒരു പ്രൊഫഷണൽ റൈറ്റിംഗിലേക്ക് വരുമ്പോൾ ആക്റ്റീവ് വോയിസിന്റെ യൂസേജ് എവിടെയാണ് വരിക? For example, you are talking about a project your company has done recently. And the project is ഇങ്ങനെ പറയാം, എന്താ, അല്ലെങ്കിൽ our company has done the so and so project recently. അതാണ് ആക്റ്റീവ് വോയിസ്. ഇനി പാസീവ് വോയിസ് എന്താണ്? the project X, പ്രൊജക്ടിന് X എന്നുള്ള ഒരു പേരിടാം. The project X was done by our company എന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ എന്താണ്? Our company did the X project. Okay. The project was done by our company എന്ന് പറയുന്നതിനേക്കാൾ എന്താണ് നമ്മളുടെ ഇവിടുത്തെ ഫോക്കസ് എന്താണ്? നമ്മുടെ കമ്പനി അല്ലേ. അപ്പൊ our company did the project. Okay. So I hope it's clear.
Then use effective paragraphs. ഒറ്റ വലിയ സംഭവം അല്ല എഴുതേണ്ടത്. Cut out into paragraphs. Okay, നമ്മൾക്കിപ്പോ ഇതില് ഒരു മെയിലില് 3 കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ it should be 3 paragraph. And ഒരിക്കലും ഒരു പാരഗ്രാഫിൽ ഒരു 5-6 sentences അത്രയും മതി. അതിലധികം വേണ്ട. Okay, each paragraph should discuss only one major point. അതിന്റെ sub points അതേ പാരഗ്രാഫിൽ ഉണ്ടാവാം, but ഒറ്റ major point ഉണ്ടാവാൻ പാടുള്ളൂ. Okay, and an effective paragraph has 3 parts: claim, evidence and analysis. അതായത് നിങ്ങൾ പറയാണ് ഇപ്പൊ claim എന്താണ്, social media has a detrimental effect on sleep. അത് claim ആണ്. evidence എവിടെ? A recent study done by the Chicago University have shown that എന്ന് പറഞ്ഞൊരു എവിഡൻസ് വേണം. ഓക്കെ, ദെൻ അത് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളൊരു 3 അങ്ങനെ ഒരു ഫോർമാറ്റിൽ, അല്ലെങ്കിൽ ആദ്യമേ നിങ്ങൾ എന്താണ് എവിഡൻസ് കൊടുക്കുകയാണ്, ചിക്കാഗോ യൂണിവേഴ്സിറ്റി ഒരു സ്റ്റഡി നടന്നു എന്നിട്ടാണ് ക്ലെയിം ചെയ്തത്, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ സൊല്യൂഷൻ കൊടുക്കുകയാണ്, വി ഹാവ് ടു ഡു ദിസ് ബിക്കോസ് എന്താണ് നമ്മൾ കുട്ടികളുടെ മൊബൈൽ യൂസ് കൺട്രോൾ കുറക്കണം കാരണം എന്ന് പറഞ്ഞിട്ട് ആ ക്ലെയിം കൊടുക്കുന്നതിനേക്കാൾ എപ്പോഴും ബെറ്റർ എന്താണ്, ആദ്യം ക്ലെയിം, എവിഡൻസ്, പിന്നെ അതിന്റെ അനാലിസിസ്. ഓക്കെ, ദാറ്റ്സ് ദ ബെസ്റ്റ് മെത്തേഡ്. ദെൻ ഫൈനലി യൂസ് പ്രോപ്പർ ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ്. പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്പെല്ലിംഗ് ഇങ്ങനെ ആയാലും നിങ്ങൾക്ക് സാധനം മനസ്സിലാവുന്നില്ല, ബട്ട് ദാറ്റ്സ് നോട്ട് ദ വേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു സ്പെല്ലിംഗ് സിസ്റ്റത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും തോന്നിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിന് SCH എന്ന് എഴുതാതെ SKOOL എന്ന് എഴുതിയാൽ പോരെ? ഇറ്റ് ഇസ് സ്റ്റിൽ റെഡ് as സ്കൂൾ, isn't it? ഫോണിന് PHONE എന്ന് എഴുതാതെ FONE എന്ന് എഴുതിയാൽ പോരെ? പക്ഷെ ദാറ്റ് ഇസ് കൺസ്ട്രക്റ്റഡ് ദാറ്റ് വേ. ഇനി നമ്മൾക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ സ്പെല്ലിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഓട്ടോ കറക്ഷൻ കാരണമൊക്കെ ആയിരിക്കും തെറ്റുന്നത്, എന്നിരുന്നാൽ പോലും ഐ യൂസ് ടു കറക്റ്റ് ഓൾ യുവർ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. സോ സ്പെല്ലിങ്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഷോസ് ഹൗ കെയർഫുൾ യു ആർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് പ്രൊഫഷണൽ റൈറ്റിംഗിന്റെ. ആൻഡ് എനിക്കിവിടെ എക്സാമ്പിൾസ് ഒന്നും വന്നില്ലായിരുന്നല്ലോ. പ്രൊഫഷണൽ റൈറ്റിംഗ് ആരും ചെയ്തില്ലായിരുന്നോ? ഞാനിത് വായിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളോട് ഇവിടെ കവിത ഹാസ് ഡൺ ഇറ്റ്. ഗുഡ് മോർണിംഗ്, ഐ എം മിസ് കവിത എസ് നായർ, വർക്ക്സ് ആസ് എന്നല്ല കേട്ടോ, വർക്കിംഗ് ആസ്. നമ്മൾ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. So, working as a nursing supervisor at Amrita Hospital's Kochi campus. I am having the experience in the matter. I am having experience for more than 21 years in nursing field. My area of interest is oncology and hematology nursing. I would like to join the Oncology Nurse Association for improving my knowledge, updating the current treatment plans in this field, and to provide high quality standard care to the sufferings അല്ല sufferers, അല്ലെങ്കിൽ patients എന്ന് കൊടുക്കും. sufferers എന്ന വേർഡിനേക്കാൾ നല്ലത് patients എന്നായിരിക്കും കേട്ടോ. സോ sufferings എന്നല്ല, sufferers ആണ് കേട്ടോ. SUFFERERS. I came to know about the educational sessions, the publications and other activities conducted by the organization. So kindly consider my request and do the needful. Wow, very good. Except our few spelling mistakes, everything else is very well conveyed. It is short, crisp, concise. As well, why should they choose you എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. Because you are 21-year experienced and Amrita Hospital is a well-reputed hospital. Very good, Kavita. And I am happy that from this it is evident that Kavita is a person who regularly does her daily task. I am very happy for this. ഒറ്റൊരാളുടെയാണ് എനിക്ക് പ്രൊഫഷണൽ, but the sad part is out of 69 participants here, I just got, Madhunguli ayichittunde. Out of 69 participants, I just got 2 pieces. That is something disappointing. To the manager, FLB Co Limited Ernakulam. Sir, this is regarding your last week inquiry on some items from my store. Please see the attached file for the details. Thanks and regards, Madhu. നമ്മൾ പൊതുവെ മെയിൽ അയക്കുമ്പോൾ നമ്മുടെ അഡ്രസ്സ് വെക്കില്ല, കാരണം നമ്മൾ ലെറ്റർ അല്ലല്ലോ അയക്കുന്നത്. ഓക്കെ, സോ മെയിലിൽ ആക്ച്വലി നമ്മുടെ അഡ്രസ്സ് വേണ്ട.
നമ്മളുടെ ഇമെയിൽ ഐ ഡി ഇല്ലേ, നമ്മൾ താഴെ നമ്മളുടെ താങ്കിങ് യു യോസ് ഫെയ്ത്ത്ഫുള്ളി നമ്മുടെ സിഗ്നേച്ചർ പേര് കോൺടാക്ട് വെച്ചാൽ മതി. മെയിൽ അയക്കുമ്പോൾ പിന്നെ നമ്മളുടെ അഡ്രസ്സ് വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എന്താണ് ആ ഒരു ലെറ്റർ ഇറയിൽ നിന്ന് നമ്മളൊരു ഇമെയിൽ ഇറയിലേക്ക് മാറിയില്ലേ. സോ ദാറ്റ്സ് ഓക്കെ. My comments on English with Lucy. Hi Lucy, I am Ashwati from India. I have been watching your YouTube channel since 2023. I love your way of teaching. Moreover, your pronunciations as well. I learned so many tongue twisters and idioms through your classes. Recently, I have got your email classes. It helps me a lot. Thank you, Lucy. May God bless you. Okay, Ashwati, it's nice. It's a good mail. But ഇതിലൊരു professionalism അല്ലെങ്കിൽ ഇതിനൊരു this seems to be a semi-formal email because നമ്മളൊരു പ്രൊഫഷണൽ ഇമെയിലില് സബ്ജക്ട് ലൈൻ എന്നത് വെരി മച്ച് ഇമ്പോർട്ടന്റ് ആണ്. മധുവിന്റെ ഇമെയിലിലും അതില്ല, ആസ് വെൽ കവിതയുടെ ഇമെയിലിലും അതില്ല കേട്ടോ. രണ്ടുപേരും അത് ശ്രദ്ധിക്കണേ, ഞാനും മിസ് ഔട്ട് ആയിപ്പോയി. പ്രൊഫഷണൽ ഇമെയിലില് ഏറ്റവും ഇറ്റ് ഈസ് എ തിങ് ഓഫ് പാരമൗണ്ട്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് സംഭവങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതിനെയാണ് നമ്മൾ പാരമൗണ്ട് എന്ന് പറയാം. ഓക്കെ, സബ്ജക്ട് ലൈൻ, അതായത് ഒരൊറ്റ ലൈനിൽ എന്തിനെ കുറിച്ചാണ് ഈ ഇമെയിൽ എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. സബ്ജക്ട് ലൈൻ ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ പ്ലീസ് ഡു ടേക്ക് കെയർ. ഓക്കെ, ഇതോടെ ഇപ്പൊ ലാസ്റ്റ് മെറിയും കൂടി അയച്ചിട്ടുണ്ട്. താങ്ക് യു. ഇതോടുകൂടെ ഇമെയിൽസ് ഇതിലേക്ക് അയക്കൽ നിർത്തിക്കോളൂ കേട്ടോ. വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ലേണിംഗ് ഇസ് എൻ എറ്റേണൽ പ്രോസസ് ഓഫ് ലൈഫ് ആൻഡ് അപ്സ്കില്ലിംഗ് ഗിവ്സ് ഇറ്റ് ലൈഫ്. സർ ഓ മാഡം. ഓക്കെ, നമ്മൾ പൊതുവെ സ്പീച്ചുകളൊക്കെയാണ് ഇങ്ങനെ ഒരു അട്രാക്റ്റീവ് ലൈൻ കോട്ടൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇമെയിൽ പ്രൊഫഷണൽ ഇമെയിൽ അല്ലേ, വി ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് സച്ച് ലൈൻസ്. ഓക്കെ, യു ബിഗിൻ വിത്ത് റെസ്പെക്റ്റഡ് സർ ഓർ മാഡം and with the subject line. Again, എല്ലാവരുടെയും കോമൺ മിസ്റ്റേക്ക് ആയിട്ട് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്, സബ്ജക്ട് ലൈൻ മിസ്സിംഗ് ആണ്. സോ നെക്സ്റ്റ് ടൈം അതെല്ലാവരും ശ്രദ്ധിക്കണേ. I feel honored to apply for the post of resource teacher in Ernakulam. Resource teacher എവിടെ, എറണാകുളത്ത് എവിടെ? in St. Xavier schools at Ernakulam. Okay, in Ernakulam അല്ല, resource teacher at Ernakulam. ഇൻ ആവുമ്പോൾ ഇൻ എന്ന വേർഡ് നമ്മൾ സ്ഥലങ്ങൾക്ക് എപ്പോഴാണ് യൂസ് ചെയ്യുക, സ്പെസിഫിക് ആയിട്ട് പറയാൻ. ഇൻ സെന്റ് സേവിയർ സ്കൂൾ അറ്റ് എറണാകുളം. ഓക്കെ, ഇതിപ്പോ എറണാകുളം ഒരു സ്പെസിഫിക് സ്ഥലമല്ലല്ലോ, ഒരു മൊത്തം ഡിസ്ട്രിക്റ്റിനെ പറയുന്നല്ലേ എറണാകുളം. സോ അറ്റ് എറണാകുളം, ആൻഡ് ഇറ്റ്സ് a privilege to present my qualifications and experience which matches with the requirement for this opportunity. നമ്മളൊരു ജോബിനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രിവിലേജ് ആണ് എന്നല്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അവരുടെ മുമ്പിൽ അങ്ങനെയല്ല പറയാം. എന്താണ് റാദർ ഐ ആം ആപ്റ്റ് ഫോർ ദ പൊസിഷൻ, അല്ലെങ്കിൽ ഐ റിക്വയർ ഓൾ ദ ക്വാളിഫിക്കേഷൻസ് വിച്ച് മാച്ചസ് വിത്ത് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ജോബ് എന്നാണ് കേട്ടോ. ഓക്കെ, then I have experience in teaching. Experience teaching English alla, I have experience in teaching English in school and college level. I am a certified communicative English trainer with an SQF level 6 certificate, and I have been working with SG with SM and part. I am interested in being a part of this project also. I would be very happy to associate with effectively. Okay, thank you so much. Okay, and ആയത്തെയും കൂടെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. I'll go through it. Okay, yes, അമന്ത ആയത്ത് ഇപ്പൊ എഴുതിയതാണോ എങ്കില്? Subject need assistance with the task. Hey Amanda, I think we were both. Okay, I'll read it because അത് എന്താണ് ഫോട്ടോ എടുത്ത് അയച്ചേക്കുന്നുണ്ട്, അത്ര ഇതില്ല, ഞാൻ അത് വായിച്ചോളാം. അപ്പൊ I'll look into it. Thank you all. അയച്ച എല്ലാവരും ഓക്കെ ആയതാ. Okay, I just asked. We'll go to our next slide. Okay, just ഞാൻ കുറച്ച് വേർഡ്സ് എടുത്തതായിരുന്നു ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ റിലേറ്റഡ്, ബട്ട് ഇതിനേക്കാൾ സൂപ്പർ വേർഡ്സ് ഓൾറെഡി എനിക്ക് സ്റ്റാർട്ടിംഗിൽ കിട്ടി. Okay, I was so impressed with the words that you people has reviewed. Okay, these are like very basic words. ഞാൻ വളരെ basic words ആണ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിൽ I think progress എല്ലാവർക്കും അറിയാം, innovation എല്ലാവർക്കും അറിയാം, advance എല്ലാവർക്കും അറിയാം. ഈ പ്രോഗ്രസ്സും അഡ്വാൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ? What is the difference between progress and advance? What is the difference between progress and advance? എന്താ ഡിഫറൻസ്? രണ്ടും സിനോണിം ആണോ അതോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? What is it?
ഓക്കെ, ഇത്രയേ ഉള്ളൂ. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സിനെ പ്രോഗ്രസ് എന്ന് പറയും. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് നമ്മൾ വലിയ ഒരു പ്രോഗ്രസ് നടത്തിയാൽ വി കൻ സേ യെസ്, പ്രോഗ്രസ് ഇസ് ദ ഗ്രോത്ത് അല്ലെ, നമ്മുടെ ആ ഒരു ഇംപ്രൂവ്മെന്റിനെയാണ് പ്രോഗ്രസ്. അഡ്വാൻസ്മെന്റ് എന്ത് എന്താണ്? ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മൊബൈൽ ഫോൺസ് indicates an advancement in the field of technology. Okay, yes, advancement is an achievement. പക്ഷെ പല സ്ഥലത്തും അഡ്വാൻസ്മെന്റ് പ്രോഗ്രസ് ഒക്കെ ഇന്റർചേഞ്ചബിൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ റിവല്യൂഷണറി എന്ന് പറഞ്ഞാൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച്. He is a revolutionary in the field. We can say like Mammootty is a revolutionary person in the film industry. കാരണം എന്താണ്? ഭയങ്കരമായ ഒരു ചേഞ്ച് കൊണ്ടുവന്ന ആള്, ഒരു ആക്ടിംഗ് ഫീൽഡിൽ ഭയങ്കര ചേഞ്ച് കൊണ്ടുവന്ന ആള്. അങ്ങനെയൊക്കെ. മോഡിഫൈ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് വരുത്താം. പ്ലീസ് മോഡിഫൈ എന്ന് പറഞ്ഞാൽ ചേഞ്ചുകൾ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം, ഓൾട്ടർ ചെയ്യാം. മോഡിഫൈ ആൻഡ് ഓൾട്ടർ ക്യാൻ ബി സിനോണിംസ്. കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡേൺ, ലേറ്റസ്റ്റ്, പുതിയത്. She has a cutting edge solution with her എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? She has got a modern, latest, ഒരു യുണീക്ക് ആയ ഒരു സൊല്യൂഷൻ അവളുടെ കയ്യിലുണ്ട്. She has a cutting edge solution. Okay, cutting edge means something very new. Then outdated. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് എന്റെ ഫോണിലെ സോഫ്റ്റ്വെയർ ഔട്ട്ഡേറ്റഡ് ആണ്, അതായത് എന്താണ്? ഔട്ട് ഓഫ് ഡേറ്റ് ആയി, അതിന് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളത് പുതുക്കണം, അത് അതിന്റെ പുതിയ വേർഷനിലേക്ക്. സോ ഔട്ട്ഡേറ്റഡ് അത് ഒരു ടെക്നിക്കൽ വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഫാഷന്റെ കാര്യത്തിൽ ദിസ് ഫാഷൻ ഇസ് ഔട്ട്ഡേറ്റഡ്. പക്ഷേ ഔട്ട്ഡേറ്റഡ് അപ്ഡേറ്റഡ് ശരിക്കും വന്നത് ഈ ഒരു ടെക്നിക്കൽ ഇതിൽ നിന്നാണ്. നമ്മുടെ ഫോണിലേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക, ഔട്ട്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ്. ഇൻഡിസ്പെൻസിബിൾ. ഇൻഡിസ്പെൻസിബിൾ നേരത്തെ ആരോ പറഞ്ഞിരുന്നു. എന്താണ്? ഇമ്പോർട്ടന്റ്, ഒഴിച്ചുകൂടാനാവാത്തത് എന്നാണ് കേട്ടോ ഇൻഡിസ്പെൻസിബിൾ. ഇമ്പോർട്ടന്റ് എന്നതിനേക്കാൾ ഇൻഡിസ്പെൻസിബിൾ എന്ന വേർഡ് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ അർത്ഥം എന്താണ്? നമ്മൾക്ക് ഒഴിച്ചുകൂടാനാവാത്തത്. സംതിങ് യു കുഡ് നോട്ട് മാനേജ് വിത്തൗട്ട്. ഇതില്ലെങ്കിൽ മാനേജ് കഴിയാൻ. യെസ്, ഇൻഎവിറ്റബിളിന്റെ സെയിം മീനിങ് ആണ് ഇൻഡിസ്പെൻസിബിൾ. വെരി ഗുഡ് സ്വാദിഷ്. Inevitable and indispensable has got the same meaning. Like mobile phones has become indispensable part of our life. Then innovative എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്രിയേറ്റീവ്, യുണീക്ക്, പുതുതായിട്ട്. ഡെവലപ്പ് എന്താണ്? To change into a more advanced or stronger form. നമ്മളൊക്കെ ഒരു ഡെവലപ്പിംഗ് പ്രോസസ്സിലൂടെയാണ് അല്ലേ പോകുന്നത്. Yeah, that's okay. Next is നിങ്ങൾ ഒരു ദിവസത്തെ ആക്ടിവിറ്റി ആയിരുന്നു അല്ലെ, ഏതെങ്കിലും ഒരു ഫോറംസ്, ഐ ഗെസ് ഇന്നലത്തെയോ മിനിയാമത്തെയോ ആക്ടിവിറ്റി ആയിരുന്നു നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോറംസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ ഒരു കൺവെർസേഷൻ ഉണ്ടാക്കാൻ. സോ ടു ടെൽ ഹിയർ, നമ്മളിപ്പോ കുറെ ദിവസമായിട്ട് പ്രൊഫഷണൽ സ്പീച്ചിലാണ് ഇൻവോൾവ്. സോ ടുഡേ ഐ വോണ്ട് ടു അസസ് യുവർ ഇൻഫോർമൽ സ്പീക്കിംഗ് സ്കിൽസ്. നമുക്ക് ഇൻഫോർമൽ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണ്ടേ? ഓക്കെ, സോ ഐ നീഡ് 2 people. ഐ ട്രൈ കോളിംഗ്. ഇവിടെ ആക്ച്വലി വെർച്വൽ മീറ്റപ്പ് സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി നമുക്ക് സൂമിൽ ഒരു സെറ്റപ്പ് ഉണ്ട്. നിങ്ങളെ ഡിഫറെന്റ് റൂംസിലേക്ക് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ആക്ച്വലി അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ എനിക്കിന്ന് അത് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദാറ്റ് ഇസ് സിമുലേഷൻ എന്ന വേർഡിന്റെ മീനിങ് ഇസ് ഡിഫറെന്റ്. സിമുലേഷൻ എന്താണ്? ഒരു imitation of a process. Stimulation and simulation is different. Okay. എന്താണ് സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇമിറ്റേറ്റ് ചെയ്യുക, ഒരു പ്രോസസ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് റിപ്ലിക്കേറ്റ് ചെയ്യുക എന്നൊക്കെയാണ്. ഇവിടെ വെർച്വൽ മീറ്റപ്പ് സിമുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് നിങ്ങളെ ഈ ഒരു സൂമിൽ തന്നെ ഒരു 4-5 ഗ്രൂപ്പ് ആക്കിയിട്ട് നിങ്ങൾ എല്ലാവരും സെയിം പ്രോസസ് ആ ഗ്രൂപ്പുകളുടെ ഉള്ളിൽ ചെയ്യുക. അതായിരുന്നു. ഇറ്റ്സ് നോട്ട് സ്റ്റിമുലേഷൻ, ഇറ്റ് ഇസ് സിമുലേഷൻ ഇറ്റ്സെൽഫ്. ഓക്കെ, നമ്മൾ എഡ്യൂക്കേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷണൽ സിനാരിയോ, ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഇവിടെ സിമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ ഉള്ളിൽ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ എന്താണ് നിങ്ങളെ തന്നെ ഞാൻ എംപ്ലോയി മാനേജറൊക്കെ ആക്കാറില്ലേ? ദാറ്റ് ഇസ് സിമുലേഷൻ. നമ്മൾ പ്രിറ്റൻഡ് ചെയ്യാണ്, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യല്ലേ അവരെ പോലെ. നമ്മൾ ശരിക്കും മാനേജറോ എംപ്ലോയി ഒന്നും അല്ലല്ലോ. അതാണ് കേട്ടോ സിമുലേഷൻ. സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മളെ പ്രൊവോക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എഫക്ട് ചെയ്യുക. എന്താണ് ഇപ്പോ എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് എന്റെ ചാർജറിൽ ഒരു ഷോക്ക് അടിച്ചത്, ദാറ്റ്സ് എ സ്റ്റിമുലേഷൻ ഐ ഗെറ്റ്. ഓക്കെ, സോ ഇവിടെ സിമുലേഷൻ പ്രിറ്റൻഡ് ചെയ്യുക, ഇമിറ്റേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ റോൾ പ്ലേ എന്നല്ല കേട്ടോ. റോൾ പ്ലേ എന്നല്ല. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? ഞാൻ ഇവിടെ പുതിയൊരു വേൾഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാണ്. അതായത് നിങ്ങളെ തന്നെ തമ്മിൽ അച്ഛനും അമ്മയും കുട്ടികളൊക്കെ ആക്കുന്നു, ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഒരു കൺവെർസേഷൻ ഉണ്ടാക്കുന്നു.
I am simulating. അത് നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ വളരെയധികം യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ് സിമുലേഷൻ. ഓക്കെ, ആൾക്കാരെ പ്രിറ്റൻഡ് ചെയ്യിപ്പിക്കുക, റോൾ പ്ലേ ചെയ്യിപ്പിക്കുക. ഇപ്പൊ കുഞ്ഞു കുട്ടികളെയൊക്കെ നമ്മൾ ലേബേഴ്സ് ഡേക്കും ഡോക്ടേഴ്സ് ആക്കി ഡ്രസ് ചെയ്യിപ്പിക്കില്ല. ദാറ്റ് ഇസ് ആക്ച്വലി സിമുലേഷൻ. അവരെ കൊണ്ട് ഇമിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, അവരെ പ്രിറ്റൻഡ് ചെയ്യിപ്പിക്കുകയാണ്. സോ ഇവിടെ ഒരു വെർച്വൽ മീറ്റപ്പ് സിമുലേഷൻ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. സോ ഇവിടെ ആക്ച്വലി ഇറ്റ്സ് വെർച്വൽ ഇറ്റ്സെൽഫ്. പക്ഷെ എനിക്കിവിടെ നിങ്ങളെ ഇൻ ടു ഗ്രൂപ്പ്സ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. Stimulation has another meaning of rejuvenation. Rejuvenation എന്ന് പറഞ്ഞാൽ നമ്മൾ റീനറിഷ് ചെയ്യുക എന്നൊക്കെ അല്ലേ? വേണമെങ്കിൽ അങ്ങനെ, അതായത് എന്റെ അറിവിൽ അങ്ങനെ ഒരു മീനിങ് സ്റ്റിമുലേഷൻ ഉണ്ടോ? ഇപ്പൊ ഇങ്ങനെ മോട്ടിവേറ്റ്, ഷി നീഡ്സ് ടു ബി സ്റ്റിമുലേറ്റഡ്, എൻകറേജ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്. ഞാൻ സ്റ്റിമുലേഷൻ ഉദ്ദേശത്തിലേക്ക് ഇനി ഒരു ബയോളജിക്കൽ ഫിസിയോളജിക്കൽ സെൻസിലാണ്. Stimulation has multiple definitions. ഒന്ന് എൻകറേജ്മെന്റ് ആണ്, മോട്ടിവേറ്റ് ചെയ്യുക. ഷി നീഡ്സ് ടു ബി സ്റ്റിമുലേറ്റഡ് മോർ. അതായത് നമ്മൾക്കൊക്കെ കൂടുതൽ സ്റ്റിമുലേഷൻ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മളെ എനർജി ആക്റ്റീവ് ചെയ്യാൻ സാധനങ്ങൾ വേണം എന്നുള്ളതിന് യെസ്, എൻകറേജ്മെന്റ്. സ്റ്റിമുലേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ എൻകറേജ്മെന്റ്. ഐ നീഡ് മോർ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എൻകറേജ് ചെയ്യുന്ന, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കൂടുതൽ സംഗതികൾ വേണം എന്നാണ് ഐ നീഡ് മോർ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, സ്റ്റിമുലേഷൻ എന്ന വേർഡ് ആസ് ഇറ്റ് കുറച്ചും കൂടെ ഫിസിയോളജിക്കൽ, നമ്മുടെ നെർവ്സ് റിലേറ്റഡ്, നെർവ്സിന് കിട്ടുന്നതാണ് സ്റ്റിമുലേഷൻ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ കിട്ടുമ്പോഴാണ് നമ്മുടെ നെർവ്സ് ആക്റ്റീവ് ആവുന്നത്. അങ്ങനെ ആ ഒരു വേർഡ് ശരിക്കും ഒരു ഫിസിയോളജിക്കൽ ബേസ് ഉള്ള വേർഡ് ആണ് കേട്ടോ, സ്റ്റിമുലേഷൻ. എനർജി സ്റ്റിമുലന്റ് ഫുഡ്സ്. ഓക്കെ, അപ്പോ എനർജി സ്റ്റിമുലന്റ് ഡ്രിങ്ക്സും ഫുഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് കഴിക്കുമ്പോ ഈ റെഡ് ബുൾ പോലത്തെ ഡ്രിങ്ക്സ് ഒക്കെ എനർജി സ്റ്റിമുലൻസ് ആണ്. എന്താണ് അത് അത് കുടിക്കുമ്പോ more energy is being stimulated, being circulated in your body. Your body gets more stimulation. Okay, yes, stimulus is actually medical word and then നമ്മുടെ nerve related word ആണ് കേട്ടോ, physiological base ഉള്ള word ആണ്. Okay, get back. നിങ്ങൾക്ക് ഇവിടെ ഞാൻ വിളിച്ചാരുല്ലേ, ജമീമ മെറിൻ എവിടെ ഉണ്ടോ? ജമീമ മെറിൻ, ഞാൻ വിളിക്കുന്ന ആരും ഇവിടെ ഇല്ലേ? ഉണ്ടെങ്കിൽ ഒരു യെസ് പറയൂ ചാറ്റ് ബോക്സില്. Jemima Marin, are you here? Jemima Marin. Okay, ഞാൻ വിളിച്ച സമയം കളയുന്നില്ല. I need 2 people. ഒരു ഫ്രണ്ട്, 2 ഫ്രണ്ട്സിനെ വേണം എനിക്ക് to plan a trip. And this is going to be semi-formal അല്ല, informal. I don't want hello sir, let's go for a trip. അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ 2 ഫ്രണ്ട്സ് എങ്ങനെയാണോ സംസാരിക്കുന്നത് നിങ്ങൾ മലയാളത്തിൽ ആലോചിച്ച് നോക്കുക, അത് ഇംഗ്ലീഷില്. ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഒരാള് സ്വാദിഷ് റെഡി ആയിട്ടുണ്ട്. ഹു എൽസ്? ഓക്കെ, സ്വാദിഷ് ആൻഡ് ഷെഹ്ന. സ്വാദിഷ്, അൺമ്യൂട്ട്. സ്വാദിഷിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. യെസ്, ഒരു മിനിറ്റ്. ഷെഹ്നക്ക് പറ്റുന്നുണ്ടോ നോക്കൂ. ഓക്കെ, so Shehna and Swadish, you are friends. Yes, okay. അല്ലേ? ഫ്രണ്ട്സ് അല്ലേ ഷെഹ്ന and Swadish? Yes. Okay, you guys can start. Hi, Sadish. Hi, how are you doing? I'm fine. What's up? Yeah, it's all good. Okay, can we go for a trip? Yeah, actually, what date you are planning? Okay, we can go next week. Next week, yeah, okay. I think it will be better if you choose as a weekend for the trip. Okay, then we can start on next weekend, Saturday morning. Yeah, and could you have any idea about the destination? Can we go to Vagamon, or do you have any option? Yeah, I think inside the Kerala is okay because we don't have enough time to do a 2-day trip or 3-day trip. So it will be better if we can go nearby, I think. Yeah, but it's Vagamon. It's okay for you? It little bit I mean distance is there, but it's okay. I can manage, I think. Yeah. Wow, very good, Jason and Shehna. Sorry, Swadish അല്ലേ? Sorry. പേര് മാറി. Swadish and Shehna. Very good. Give them a good clap. ഇവർ ആദ്യമായിട്ട് സംസാരിക്കുന്നവരാണ്, തമ്മിൽ ഒരു പരിചയമില്ലാത്തവരാണ് എന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ.
That was Class very friend. nice. It seemed to be like Thank you. both are friends. Very good. I'm happy. And next, ask your brother to help you find a job. The Jason and Aida. Jason and Aida. Hello, Jason. Yes, Meg. Hi, how are you? Can you do me a favor? I'm fine. I'm fine. How about you? I'm good. I'm looking for my brother's finding a job, but before he works in a medical field right now, he lost the job. He finding a job right now. So could you recommend any job from your relatives or somebody, your friends or something? The voice ഇത്തിരി Hello, now it's clear. Hello, Is it really audible hello. to Aida? No. It's audible. No. It's not that clear for me. Can you There's hear me some right now? disturbance. This is fine. This is fine. Yes. It's okay. Can you hear me? Yes, I can. So So what were you actually, saying? You were, so Wait. I'm looking ഇവിടെ for നിങ്ങൾ my. തമ്മിൽ ഒരു ക്ലാരിറ്റി വരുത്തണം. ആരാണ് ഇവിടെ ഹെൽപ്പ് ചോദിക്കുന്നത്? ഇവിടെ ആരാണ് ബ്രദർ? Okay, choose another. You can choose it. Actually, you started, so it's fine. I'm looking for a job for your brother, so you can continue, please. Okay, Yeah, so sure. Because I'm looking for my brother. So he's already. I'm sorry for Oh. interfering, but ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ക്ലാരിറ്റി വരുത്തുന്നത്. ആദ്യത്തെയാണ് ഇവിടെ ബ്രദർ ആയിട്ട് നിൽക്കുന്നത് അല്ലേ? Yeah. Okay. Okay, fine, clear. Continue. So, did you find any job? So, I think you're working before in medical field. So, what kind of job you're looking for right now? Actually, I'm sorry. Actually, you are looking for a job for your brother, right? Yeah, I'm looking actually for my job for my brother, but because he's working in medical field before. Right now, he's looking for a job. He lost the job. Is he looking for the same field? No, he's looking for. He's Hello? actually. So, Hello? could you suggest me? Could you suggest me any if favorable? I'll just check into something. Right now, I don't have any job in hand. So let me just see. Just give Okay. me a message what he would like to join in or which department he would like to join in. So likewise, I can just check with my other friends too. So fine. I can send his CV to you, Yeah, so sure, you sure. can check it, and so you can find some anything job from him. Also, it's a better help for him. Yeah, sure. Thank you so much. Thank you so much. Sure. That was a very good try. നമ്മള് കുറച്ച് ഫോർമൽ ആയി പോയോ? തമ്മിലുള്ള ടോക്ക് ആയിരുന്നു ഇത്. ഇറ്റ് വാസ് എ വെരി ഗുഡ് ട്രൈ. നിങ്ങൾ പറഞ്ഞതെല്ലാം ക്ലിയർ ആണ്. വേറെ എറേഴ്സോ മിസ്റ്റേക്സോ ഒന്നുമില്ല. ഓക്കെ, ബട്ട് ജസ്റ്റ് ചെറിയൊരു സജഷൻ ഉള്ളത്, ജെയിംസിന്റെ സ്പീച്ച് ഒരു ഇത്തിരി സ്പീഡ് കൂടുതലായ പോലെ എനിക്ക് തോന്നി. ഐ ഫെൽറ്റ് ഇറ്റ്. Okay, it would be more. Speak what the speed. Normally I'm speaking so fastly. സോ നമ്മളൊരു പുതിയ സ്ഥലത്ത്, ഐ മീൻ നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്നവർക്ക് ആ സ്പീഡ് കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ പുതിയൊരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ ആ സ്പീഡ് എല്ലാവർക്കും ക്യാച്ചപ്പ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. സോ ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ആൻഡ് ഐ ഫെൽ ഞാൻ ഇത് വളരെ ഇൻഫോർമൽ ആയിട്ട് ഈ ഒരു സെഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. കാരണം നമ്മൾ കുറെ കാലമായിട്ട് പ്രൊഫഷണൽ സ്പീച്ചിന്റെയും പ്രൊഫഷണൽ റൈറ്റിംഗിന്റെയും പുറകെയാണ്. നമ്മൾ ഇൻഫോർമൽ സ്പീച്ച് മറന്നു പോകും. സോ ഇറ്റ് ഇസ് ജസ്റ്റ് എ സജഷൻ. യു ബോത്ത് കുഡ് മേക്ക് ഇറ്റ് എ ലിറ്റിൽ മോർ ഇൻഫോർമൽ. ഓക്കെ, എനിക്ക് കുറച്ചധികം ഫോർമൽ ആയ പോലെ തോന്നി. And coming to the anyway, it was nice. It was a very good try. Okay, it was nice. Then last one, it's tell your mom to prepare your favorite dish by the time you reach home. നിങ്ങൾ ഓഫീസിൽ തിരിച്ചു വരികയാണ്. ഇവിടെ ലാസ്റ്റ് ആരായിരുന്നു? ഒരാളിവിടെ റെഡി ആയിട്ട് പറഞ്ഞു. കവിത ഇസ് റെഡി. കവിതയുടെ കൂടെ ഒരു അമ്മേനെയും മോനെയോ ആണ് നമുക്ക് വേണ്ടത്. ജമീമ. കവിത ആൻഡ് ജമീമ. Kavita, please try unmuting. Yeah. Yes, ma'am. And Jemima also, please try unmuting. Hi, Okay. ma'am. Hi, good evening. ഇവിടെ ആരാണ് അമ്മ, ആരാണ് മോള്? who's mom, who's daughter? And I really want it to be informal. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ തമാശ, ഹ്യൂമർ എന്തും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. Okay, this is a very informal session. Hello, Amma. Hello. Hello. Hey, doctor. You reached. Yeah. How is your class? Hello. Amma, now only I finished my class. Revision class was there. So I will be late today. Oh, okay. What all things you done today?
I want some snacks like പരിപ്പ് വട or onion vada. Okay, I had told you not to eat anything outside. It's too early, no. No, mom, I didn't eat from outside. I want from it to home. Eat from home. Can you Okay. prepare it for me? Oh, sure. I will prepare. Okay, thank you both. It Within was a very 40 good to try. 45 Thank you minutes, both. I will reach home. Oh, sure. Just Thank you wait, I will so prepare for you. much, Kavita. Very good try. It was a very good try. Okay. പിന്നെ വേറൊരു സംഭവം നമ്മൾ ഇംഗ്ലീഷില് മോം എന്ന് വിളിക്കും, പക്ഷെ നമ്മൾ മലയാളത്തില് മോളെ എന്ന് വിളിക്കില്ലേ? അതുപോലെ ഇംഗ്ലീഷിൽ നമ്മൾ ഒരിക്കലും ഓ മൈ ഡോട്ടർ അങ്ങനെ ജസ്റ്റ് പറയുമെന്നല്ലാണ്ട് ഹേ ഡോട്ടർ കം ഹിയർ എന്ന് നമ്മൾ പറയില്ല കേട്ടോ. നമ്മൾ മലയാളത്തിൽ മോളെ ഒന്നിങ്ങ് വരൂ എന്ന് പറയില്ലേ? പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ ഏ ഡോട്ടർ കം ഹിയർ അത് പറയില്ല കേട്ടോ. നമ്മൾ പേര് അങ്ങനെയാണ് പറയാ. ഓക്കെ, ഡോട്ടർ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ മകൾ മോളെ എന്ന് വിളിക്കും. ആ ഒരു ഇതിൽ വിളിക്കില്ല കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതാണേ. സോ ദിസ് വാസ് എ വെരി ഗുഡ് സെഷൻ. ഐ എം ഹാപ്പി ദാറ്റ് മുമ്പത്തേക്കാൾ ആൾക്കാർ കമപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. മുമ്പായിരുന്നെങ്കിൽ സ്വപ്ന വരും, സ്വപ്ന വന്ന് ലാസ്റ്റ് ഞാൻ സ്വപ്നനെ വിളിക്കാണ്ടായി. അതുകൊണ്ടായിരിക്കും സ്വപ്ന എന്ന് റെസ്പോണ്ട് ചെയ്യാനെന്ന് തോന്നുന്നുണ്ട്. സ്വപ്ന ഉണ്ടായിരുന്നു, അതുപോലെ കുറച്ചു പേരുകൾ എനിക്ക് പെട്ടെന്ന് സ്വപ്നയുടെയാണ് വരുന്നത്. അതുപോലെ ജെയ്സൺ, മധു, അങ്ങനെ കുറച്ചുപേർ ആക്റ്റീവായി നിൽക്കുന്നവരെ മാത്രമേ കാണാറുള്ളൂ. ബട്ട് ഇന്നിങ്ങനെ പുതിയ പുതിയ ആൾക്കാർ വന്നപ്പോൾ ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് അവർ ലാസ്റ്റ് സ്ലൈഡ്. ഓക്കെ, നിങ്ങൾക്ക് ഗോൾ സെറ്റിങ്ങിന് ജസ്റ്റ് ഒരു കുഞ്ഞു ടിപ്പ് തരികയാണ്. സ്റ്റെയർ കീസ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെയർ സ്റ്റെപ്പ് മെത്തേഡ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി സ്റ്റെയർ കീസ് മെത്തേഡ്, സ്റ്റെയർ സ്റ്റെപ്പ് മെത്തേഡ്. എന്ത് പേരിട്ടും നിങ്ങൾ വിളിച്ചു, ഞാൻ പിക്ചർ കൊടുക്കാൻ മറന്നുപോയി. ഇത്രയേ ഉള്ളൂ. ബ്രേക്ക് ഡൗൺ യുവർ ഗോൾസ് ഇൻ ടു ഡൂവബിൾ സ്റ്റെപ്സ്. ദാറ്റ് ഇസ് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ഗോളിനെ ഓരോരോ സ്റ്റെപ്പ് വൈസ് ആക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുക. ഗ്രാമർ ചെയ്യണം, വേർബ്സ് പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിക്കണം എന്നുള്ള doable സ്റ്റെപ്സിലേക്ക് ആക്കുക. ഓക്കെ, then follow the simple method. Write down your dream at the top of the staircase. ഞാൻ വരച്ചു കാണിക്കാം. ഐ തിങ്ക് നിങ്ങൾ അധികം പേര് കണ്ടിട്ടുണ്ടാവും. പുതുമയുള്ള സംഗതിയൊന്നും അല്ല, നിങ്ങളുടെ ഗോൾ സെറ്റിംഗ് ഒന്നും കൂടി ഈസി ആക്കാൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ ഇത് കണ്ടോ ഈ ഒരു സ്റ്റെയർ കേസ് സംഭവം കണ്ടോ ഇവിടെ? എന്നിട്ട് ഇത് ക്ലിയർ ആവുന്നുണ്ടോ? യാ, ഇവിടെ ടോപ്പിൽ നിങ്ങളുടെ ഗോൾ എഴുതുക. ഓക്കെ, ദിസ് ഇസ് ദ ടോപ്പ് മോസ്റ്റ്. ഇവിടെ നിങ്ങളുടെ ഗോൾ എഴുതുക. ഓക്കെ, ഓരോ ഇവിടെ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ. നിങ്ങളൊരു വലിയ A4 ഷീറ്റോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ചാർട്ട് പേപ്പർ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ നന്നാവും. ഓക്കെ, ദെൻ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ ചെയ്യേണ്ട ഗോൾ എന്താണ് എന്ന് എഴുതുക. നിങ്ങൾ അത് അച്ചീവ് ചെയ്യുമ്പോൾ അത് ടിക്ക് ചെയ്ത് പോകുക. അപ്പൊ ഒരു സ്റ്റെയർ കേസിൽ നമ്മൾ ആ ഗോൾ എത്തുന്നത് വരെ തന്നെ ആവും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെ തന്നെ ഈ ഒരു പിക്ചർ മോഡലിൽ തന്നെ നിങ്ങൾ ചെയ്താൽ ഇറ്റ് വിൽ ബി ഗുഡ്. എന്താ പറയുക, ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് നമ്മളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യും. പിന്നെ അത് ഓരോ സ്റ്റെയർ കയറി പോകുന്നു എന്നൊക്കെ കാണുമ്പോൾ എന്താ പറയാ, ഒരു മോട്ടിവേഷൻ ആണ്. ഇതൊക്കെ ഐ മീൻ ഞാനും ചെയ്തിരുന്ന ഒരു സംഗതിയാണത്. ഓക്കെ, yeah. First, write down your first goal at the very bottom of the staircase and first action towards that goal. Second goal on the next step and so until you reach your main goal. Okay, clear അല്ലേ? സിമ്പിൾ അല്ലേ? വേറെ പ്രത്യേകിച്ച് ഇതിൽ അധികമൊന്നും പറയാനില്ല. ഗോൾ സെറ്റിംഗിന് ഒരു കുഞ്ഞു ടിപ്പും കൂടെ തന്നേ ഉള്ളൂ. ഗോൾസ് എന്തായിരിക്കണം? സ്മാർട്ട് ഗോൾസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. സ്മാർട്ട് എന്താണ് എന്നുള്ളത് I hope all of you know it. Okay. With that, we are winding up today's session. Next week, we'll be looking into reflections on implementing advanced English, diving deep into English media, creative English challenge, English for professional networking, English interaction in the digital world, setting the stage for lifelong English learn. Okay. So thank you all. See you all next week. Thank you so much. And just ഇന്നത്തെ എന്താണ് star of the class in I'll call Amina. Okay, because her creative piece was simply amazing. Okay, that the short form is an apt piece for telling it is creative. Okay, and also I'll appreciate Kavita because it is evident from her
works that she is following daily tasks. Okay. And also all new faces who came up today for the activity. Swadish, Jemima, Kavita, ബാക്കി പേരുകൾ ഇട്ടാണ്ടാണ് കേട്ടോ എനിക്ക് പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീക്കിന് ഒരു ആക്ടിവിറ്റി വരാം. നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കൺട്രീസ് ഏതൊക്കെയാണ് എന്ന് നോക്കി വരാം. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരുപാട് കൺട്രീസ് ഉണ്ട്. സോ ജസ്റ്റ് ഫുൾ എല്ലാ കൺട്രി ലിസ്റ്റ് ഉണ്ടാക്കാനല്ല, എന്നാലും നമ്മൾ കേൾക്കാത്ത ഇപ്പോ ബ്രിട്ടൻ, അമേരിക്ക ഒക്കെ നമുക്കറിയാം. അതായത് അതല്ലാതെ നമ്മൾ അറിയാത്തത്, ഇപ്പോ നമ്മൾ അറിയാത്തതും കേൾക്കാത്തതുമായ കൺട്രീസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കൺട്രി പറയാണ്, അവിടെ എന്താണ് സംസാരിക്കുന്നത് നമുക്കറിയില്ല. അങ്ങനത്തെ കൺട്രീസിലൊക്കെ ഇംഗ്ലീഷ് ആണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വരണേ. ഓക്കെ, താങ്ക് യു ഓൾ.